ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ കാണുന്ന പാലക്കാട് ചെർപ്പശ്ശേരി ഹൈവേയിൽ യുവക്ഷേത്ര കോളേജാണ് ഈ കാണുന്നത്. ഈ യുവക്ഷേത്ര കോളേജിൻ്റെ അവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി വന്നിരിക്കുന്നത്. ഇതാണ് പ്രോപ്പർട്ടിയിലേക്കുള്ള എൻട്രി. കറക്റ്റ് ഈ ഒരു 4 മീറ്ററിൻ്റെ അടുത്തുള്ള വഴിയാണ് കറക്റ്റ് ആ പ്ലോട്ടിലേക്ക് പോകട്ടോ. ടോട്ടൽ 95 സെൻറ്റ് സ്ഥലമാണ്. ഈ ഒരു വഴി അടക്കമാണ് കേട്ടോ. 95 സെൻറ്റ് സ്ഥലം, പറമ്പാണ്. 85ഓളം തെങ്ങുകളുണ്ട്, അതുപോലെ 120 കവുങ്ങുണ്ട്, പിന്നെ മാവ്, ജാക്ക് ഫ്രൂട്ട്, അങ്ങനെ പലതരത്തിലുള്ള കുരുമുളക് അടക്കം പലതരത്തിലുള്ള മരങ്ങളും കാര്യങ്ങളും മിക്സ് ചെയ്തിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ഇതിനകത്തൊരു 1100 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടും ഉണ്ട്. 3 ബെഡ്റൂമോടുള്ള വീടാണ്. ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ്, ബാക്കി രണ്ടും കോമൺ ആണ്. അല്ല, ഇഷ്ടംപോലെ മരങ്ങളൊക്കെ ഉള്ള. പലരും നമ്മളോട് ഈ കോൾ വരുമ്പോൾ ചോദിക്കാറുണ്ട് കുറച്ച് കൂടുതൽ സ്ഥലവും അതിലൊരു ചെറിയൊരു വീടും ഉണ്ടോയെന്ന് ചോദിച്ചിട്ട്. അവർക്ക് പറ്റിയ ഒരു പ്രോപ്പർട്ടി തന്നെയാണ് കേട്ടോ. വീടിന് അവർ പ്രത്യേകിച്ച് ഒരു വിലയും പറഞ്ഞിട്ടില്ല, സ്ഥലത്തിൻ്റെ റേറ്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വീട് ഫ്രീ ആണ്. പക്ഷേ ഒരു തരത്തിൽ ഇന്നൊക്കെ നമ്മൾ പലതും ഒരു 5-6 വർഷമായ വീട് എന്ന് പറയുമ്പോഴത്തേനും അത്യാവശ്യം ക്രാക്കും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഈ വീടിനകത്ത് ഒരു ക്രാക്കോ ഒരു ഹെയർ ലൈൻ ക്രാക്ക് പോലും എവിടെ ഇല്ല കേട്ടോ. നല്ലൊരു വീടാണ്. നമുക്ക് കണ്ടില്ല, വഴി നേരെ റോഡിൽ നിന്ന് നമുക്ക് നേരെ എൻട്രി ഇങ്ങോട്ടേക്ക് കിട്ടുന്നുണ്ട്. കണ്ടില്ലേ, അത്യാവശ്യം തെങ്ങുകളിൽ ഇപ്പോൾ ആള് താമസമില്ല. നോട്ടമൊന്നും തെങ്ങും കാര്യത്തിന് അധികം നോട്ടമില്ല, എന്നാൽ പോലും നല്ല കായ്ഫലുള്ള തെങ്ങുകളാണ് കേട്ടോ ഉള്ളതെല്ലാം. നമുക്കിനി ഫസ്റ്റ് വീടിൻ്റെ ഉൾവശമൊക്കെ നോക്കാം. കയറുമ്പോൾ തന്നെ അത്യാവശ്യം വലുപ്പമുള്ള സിറ്റൗട്ടും നല്ലൊരു തേക്കിൻ്റെ ഡോറും കഴിഞ്ഞ് നമ്മൾ ഉള്ളിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ മാർബിൾ വിരിച്ചിട്ടുള്ള റൂമുകളാണ് എല്ലാം ഉള്ളത്. നല്ലൊരു സ്പേസ് ഉള്ളൊരു ലിവിങ് സ്പേസ് ഏരിയ കിട്ടുന്നുണ്ട്. പിന്നെയൊക്കെ 10-10 റൂമുകളുടെ സൈസ് കേട്ടോ. ചെറിയൊരു കൂടുതലുണ്ടെന്നുള്ളൂ. ആ ഒരു 10-10 സൈസ് തന്നെയാണ് റൂമുകൾ അധികം ഉള്ളത്. ഇത് ഫസ്റ്റ് ഒരു ബെഡ്റൂം. ഇവിടെ രണ്ടാമതൊരു ബെഡ്റൂം വരുന്നുണ്ട്. ഈ ബെഡ്റൂമിൽ ബാത്റൂം സെപ്പറേറ്റ്, ടോയ്ലറ്റ് സെപ്പറേറ്റ്, അങ്ങനെ സെപ്പറേറ്റ് ഉള്ളത്. ബാത്റൂമാണ്, കുളിക്കാൻ വേണ്ടി മാത്രമായിട്ടുള്ള ഒരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പുറത്ത് ടോയ്ലറ്റ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഈ ഒരു ഭാഗത്ത് നമുക്ക് വാഷ്റൂം വേറെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇതിൽ അറ്റാച്ച് കൊടുത്തിരിക്കുന്നത്. വേറെ ഈ വീട്ടിനകത്ത് വാഷ്റൂം എവിടെ ഇല്ല കേട്ടോ. നമുക്കൊരു കോമൺ ആയിട്ടുള്ള വാഷ്റൂം നമുക്ക് എടുക്കേണ്ടി വരും, കാരണം ബാക്കി 2 ബെഡ്റൂമിനുമായിട്ടും സെപ്പറേറ്റ് ഒരു വാഷ്റൂമിനകത്തില്ല. നല്ല വലുപ്പമുള്ള അത്യാവശ്യം സ്പേസ് ഉള്ള വലിയൊരു ഹാൾ തന്നെയാണ്. ഇവിടെ ആൾ താമസം ഇല്ലാത്തതുകൊണ്ട് സാധനങ്ങളൊക്കെ അങ്ങനെ കിടക്കുന്ന ഒരു ഇതുണ്ടാവും. ഇത് നമുക്ക് ഡൈനിങ് സ്പേസ് ഏരിയ കിട്ടുന്നുണ്ട്. വെളിച്ചത്തിന് അത്യാവശ്യം 4 പാളിയുള്ള ജനലാട്ടോ ഡൈനിങ് സ്പേസിലേക്ക് കൊടുത്തിരിക്കുന്നത്. ഇവിടെ വാഷ് ബേസിൻ ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പഴയ മണൽക്കെട്ടാണ്, അതുകൊണ്ട് തന്നെ എവിടെയും ഒരു ഹെയർ ലൈൻ ക്രാക്ക് പോലും ഈ വീട്ടിനകത്ത് എവിടെയും കാണില്ല. പക്ഷെ വാതിലിൻ്റെ കട്ടിലൊക്കെ മാറ്റാറായിട്ടുണ്ട് കേട്ടോ. കുറച്ച് ചെതിലൊക്കെ പിടിച്ച് വാതിലിൻ്റെ കട്ടിലകൾ മാത്രം, വാതിലുകളിൽ എല്ലാ ഏകദേശം വാതിലുകളിലേക്ക് 2-3 വാതിലുകളിലേക്ക് കട്ടിലേക്ക് നോക്കിയപ്പോൾ അതൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറ്റാനുള്ള ഒരു കാര്യമുണ്ട്. ബാക്കി ഒരു തരത്തിലുള്ള വർക്കും ഇതിനകത്ത് കാണാനില്ല. കംപ്ലീറ്റ് മാർബിളാണ് ഇട്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് കിച്ചൺ ഏരിയ കാണാം. ഈ വീട് നമ്മൾ പറയുമ്പോൾ പടിഞ്ഞാട്ട് ഫേസ് ചെയ്തിട്ടാണ് വീടുള്ളത് കേട്ടോ. പടിഞ്ഞാറോട്ട് ഫേസ് ചെയ്തിട്ടാണ് വീടുള്ളത്. ഇവിടെ നമുക്ക് ആലുവ അടുപ്പ് കൊടുത്തിട്ടുണ്ട്, പക്ഷെ അത് ഉപയോഗിക്കുന്നില്ല അവർ. അല്ല, മേലെ പുക പോകാനുള്ള സ്ഥലമൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ പഴയ വീടിൻ്റെ സ്റ്റൈലിൽ തന്നെ ഇപ്പോൾ ഒരു ഗ്യാസ് സ്റ്റവ് ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ഏരിയയും ഇവിടെ കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു സ്റ്റോറേജ് സ്പേസ് ഏരിയയും കിട്ടുന്നുണ്ട്. ഇതാണ് ടോട്ടൽ വീടിൻ്റെ കാര്യം കേട്ടോ. വീടിൻ്റെ ഈ ഉള്ളിലെ കാര്യങ്ങൾ പറയുമ്പോൾ ഇത്രയൊക്കെ ഉള്ളത്. 3 ബെഡ്റൂം, അതിലൊന്ന് അറ്റാച്ച്ഡ് ആയിട്ടുള്ളത്. ബാക്കിൽ നമ്മൾ വീട് തുറക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ഭംഗിയാണ്, കാരണം ഇപ്പോൾ അവിടെ ആൾ താമസമൊന്നും ഇല്ലാത്ത ഫുള്ള് ചപ്പും ചവറൊക്കെ ആയിട്ട് കിടക്കുന്നു. പക്ഷെ നല്ല മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നിറഞ്ഞു കിടക്കുന്ന ഒരു സ്പേസ് തന്നെയാണ്. ഇവിടെ നമുക്കൊരു ചെറിയൊരു കുട്ടി മതിൽ ഈ വീടിൻ്റെ ആ ഒരു ഹൈറ്റ് ലെവലിലേക്ക് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചുറ്റും വീടിൻ്റെ ചുറ്റുമായിട്ട് അത് കണക്ട് ചെയ്തിട്ടുണ്ട്. അല്ല, നേരെ നമ്മൾ ഗേറ്റിൻ്റെ അവിടെ നിന്ന് വരുന്ന ആ ഒരു എൻട്രിയാണ്, ആ ഒരു വഴി. ഇത് ഇനിയിപ്പോൾ പറഞ്ഞ പോലെ സിംഗിളായിട്ട് ഒരു പാർട്ടി എടുക്കുകയാണെങ്കിൽ അവർക്ക് യൂസ് ചെയ്യാം. എല്ലാം പ്ലോട്ട് തിരിക്കണം എന്നുള്ളത് അവർക്ക് എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ വീടിൻ്റെ മുമ്പിലേക്ക് ഇപ്പോൾ നമ്മൾ നടക്കുന്ന ഈ വഴി, ഇവിടെ നമുക്ക് റോഡ് വിടുകയാണെങ്കിൽ ശരിക്ക് റെക്റ്റാങ്കുലർ ഷേപ്പിൽ അത് കിടക്കുന്നത്. അപ്പോൾ അൽവത്തുകൊണ്ട് മുറിക്കുന്ന പോലെ ഓരോ പീസ് ആയിട്ട് കൊടുക്കാനും പറ്റും. ഓരോ വീട് കെട്ടി കൊടുക്കണം, ഗേറ്റഡ് കമ്മ്യൂണിറ്റി ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർ. കാരണം ഹൈവേ എന്ന് 100 മീറ്റർ തികച്ച് ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഇല്ല. ഹൈവേ എന്ന് ഞാൻ പറഞ്ഞു, യുവക്ഷേത്ര കോളേജിൻ്റെ അവിടെ നിന്ന് 1 കിലോമീറ്റർ ഉണ്ടെങ്കിലും ഇവിടെ നിന്ന് ഹൈവേൻ്റെ അവിടെ നോക്കുമ്പോൾ നമുക്കൊരു 100 മീറ്റർ പോലും ഡിസ്റ്റൻസ്. കണ്ടല്ലേ, ചക്കയൊക്കെ നല്ല നിറഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ. ഫുള്ള് മരത്തിൽ മൊത്തം ചക്ക ഇഷ്ടം പോലെ ഉണ്ട്. അതുപോലെ പ്ലാവുണ്ട്,
മാവുണ്ട്, പലതരത്തിലുള്ള മരങ്ങളൊക്കെ നിറഞ്ഞ് നിൽക്കുന്ന ഒരു പ്രോപ്പർട്ടി തന്നെയാണ്. കണ്ടല്ലേ, ചക്ക നിൽക്കണ കണ്ടല്ലേ, അത്യാവശ്യം നല്ല രീതിയിൽ ചക്ക കായ്ച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് കണ്ടല്ലേ സ്പേസ്, ഈ ഒരു കൊടുത്തിരിക്കുന്നതാണ് ഇതിൻ്റെ ബൗണ്ടറി ഏരിയ വരുന്നത് കേട്ടോ. ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന ആ ഒരു കമ്പി വേലി കൊടുത്തിരിക്കുന്നതാണ് ബൗണ്ടറി ഏരിയ വരുന്നത്. ഇവിടെ നമുക്ക് മേളിലോട്ട് കയറാനുള്ള സ്റ്റെയർ വന്നിട്ട് ഔട്ട് സൈഡിലാണ് കൊടുത്തിരിക്കുന്നത്. മേലെ ട്രസ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മേലെ കൂടി കയറി നോക്കാം. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ട്രസ് വർക്ക് ചെയ്ത ആ ഏരിയ ആണല്ലേ. നമുക്ക് ചെറിയൊരു ഫംഗ്ഷൻ വരെ വീട്ടിൻ്റെ മുകളിൽ തന്നെ നടത്താനുള്ളതുണ്ട്. ചെറിയ പാർട്ടിയോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നടത്താനുള്ള സ്പേസ് അത്രയും നമുക്കിവിടെ മേലെ കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ വഴി കാണാൻ നമ്മുടെ വീട്ടിലെ വരാനുള്ള വഴിയും കറക്റ്റ് ഒരു ടി ഷേപ്പിലാണ്. കാരണം ആ വഴി നേരെ കയറി വന്നിട്ട് പിന്നെയാണ് നമുക്ക് രണ്ട് സൈഡിലേക്കാണ് സ്പേസ് പോയിരിക്കുന്നത്. റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് ടോട്ടൽ പ്രോപ്പർട്ടി ഉള്ളത്. കറക്റ്റ് ആ കയറി വന്നതിന് ശേഷം ഒരു 5 മീറ്റർ വഴി അങ്ങോട്ട് റോഡ് കൊടുക്കുകയാണ്, സ്ട്രെയിറ്റ് ആയി കൊടുക്കുകയാണ്. ഓരോ തുണ്ടായിട്ട് നമുക്ക് ഈ പ്രോപ്പർട്ടി നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നമുക്ക് ബാക്കിലോട്ട് ഈ സൈഡിലേക്ക് കിച്ചൻ്റെ സൈഡിലേക്ക് നമുക്ക് ഇറങ്ങാനുള്ള ഒരു ചെറിയ സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് ഇവിടെ. അല്ലേ, നല്ല ഭംഗിയായിട്ടുള്ളൊരു ഭൂമി തന്നെയാണ് കേട്ടോ. ഫുള്ള് തെങ്ങുകളും കവുങ്ങുകളും കൊണ്ട് നിറഞ്ഞിട്ടുള്ള ഭൂമി. ഇത് നമുക്കിനി പ്രോപ്പർട്ടിയുടെ ബാക്ക് സൈഡിലും അതുപോലെ തൊടിയും അല്ല ആ ഭാഗത്താണ് കമ്പി വേലി കൊടുത്തിരിക്കുന്നത്. സ്ട്രെയിറ്റ് നീളത്തിൽ കിടക്കുന്നുണ്ട്. നമുക്കിനി ഓരോ പീസായിട്ട് മുറിച്ച് കൊടുക്കണമെങ്കിൽ പറ്റും. ഇല്ല, പലരും നമ്മൾ അധികം ചോദിക്കുന്ന ആൾക്കാർ കൂടുതലായിട്ടുള്ള സ്ഥലവും ഒരു ചെറിയ വീടും അതിന് പറ്റിയൊരു പ്രോപ്പർട്ടി തന്നെയാണ്. ഇനി നമുക്ക് വെളിയിലെ ബാക്ക് സൈഡും തൊടിയും മൊത്തത്തിൽ എത്ര തെങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഇതാണ് നമ്മുടെ ഫ്രണ്ടേജും ഈ സൈഡ് സ്ഥലത്തൊക്കെ ഉള്ള കാര്യങ്ങൾ. ഇനി ഈ വീടിൻ്റെ കിച്ചൻ്റെ സൈഡ് ഞാൻ അപ്പുറത്തേക്ക് നോക്കിയാന്ന് വെച്ചാൽ എത്രയുണ്ട് എന്നുള്ളത് നോക്കാം. ഇവിടെ നമുക്ക് ഇത്രയും സ്പേസ് ഉള്ളൂ കേട്ടോ. കറക്റ്റ് ഈ ഒരു കമ്പിയിൽ കൊടുത്തിട്ടില്ല, ഈ ഒരു വഴിക്കാണ്. അതുകൊണ്ടാണ് ഓരോ വീടായിട്ട് വെക്കാനായിട്ട് നമുക്ക് മുറിച്ച് കൊടുക്കുന്നവർക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല. കാരണം നീളത്തിൽ പക്ഷേ വീതിയുണ്ട്, നല്ല വീതിയിലാണ് പ്രോപ്പർട്ടി കിടക്കുന്നത്. അതുകൊണ്ട് ഫ്രണ്ടിൽ മാത്രം റോഡ് കണക്ട് ചെയ്താൽ പോലും നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാൻ ഈസി ആയിരിക്കും അല്ലേ. മൊത്തം ഇഷ്ടംപോലെ തെങ്ങുകളും കവുങ്ങളുമാണ്. ഇതിലൊരു കുളമുണ്ട്, അതുപോലെ തന്നെ ഒരു കിണറുണ്ട്, ബോർവെല്ലുണ്ട് കേട്ടോ. വെള്ളത്തിൻ്റെ സോഴ്സ് ഇതൊക്കെയാണ്. അല്ല, അധികം നോക്കലൊന്നും ഇല്ലാണ്ട് തന്നെ അത്യാവശ്യം തേങ്ങ കിട്ടുന്ന തെങ്ങുകൾ തന്നെയാണ് എല്ലാം ഉള്ളത്. എന്തിനാ കുറച്ച് വീഡിയോ കുറച്ച് സ്ലോയിലാണ്, അതാണ് നമ്മുടെ ബോർവെല്ല് കാണുന്നത് കേട്ടോ. വെള്ളം കാണാനുള്ളത് ആ വഴിക്കാണ്. വറ്റാത്ത വെള്ളം കിട്ടുന്നുണ്ട്, നല്ല രീതിയിലുള്ള വെള്ളമുണ്ട്. മൊത്തത്തിൽ പലരും ഞാൻ ആദ്യമേ വീഡിയോയിലൊക്കെ പറയാറുണ്ട്, പലരും ദൂര സ്ഥലങ്ങളിൽ നമുക്ക് ഫോറിൽ നിന്നും അതുപോലെ ദുബായിൽ നിന്നും ഖത്തറിൽ നിന്നും ഒക്കെ കോൾ വരാറുണ്ട്. അതുപോലെ തന്നെ കേരളം വിട്ട് വെളിയിൽ നിന്നുള്ള ആൾക്കാരും വിളിക്കാറുണ്ടല്ലേ. തേങ്ങയ്ക്ക് അത്യാവശ്യം നല്ല നിറഞ്ഞ് ഒരു കെയറും ഇല്ലാതെ തന്നെ എത്രയുണ്ട്. അപ്പോൾ പിന്നെ നല്ല രീതിയിൽ ഇതിന് കെയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ആദായം ഇത് തന്നെ കിട്ടും. അപ്പോൾ വെളിയിൽ നിന്നൊക്കെ പലരും വിളിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും വിസ്തരിച്ചെടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മൾ നടന്ന് ഫുൾ ഏരിയ കവർ ചെയ്തെടുക്കുന്നത് ഇതിൻ്റെ ബൗണ്ടറിയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം മനസ്സിലാകാൻ കൂടി വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു വീതി കണ്ടോ, റോഡ് ആൾറെഡി ഇതിൽ കൂടെ എല്ലാ വണ്ടികളും വരുന്നുണ്ട്. ഈ ഒരു വീതിയിൽ നമ്മൾ റോഡ് ബൗണ്ടറിയിൽ നിന്ന് വിടുകയാണെങ്കിൽ നമുക്ക് പ്ലോട്ട് തിരിക്കുന്നവർക്കാണ് കേട്ടോ. പ്ലോട്ട് തിരിക്കുന്നവർക്ക് സുഖമായിട്ട് തിരിച്ചു കൊടുക്കാനും സാധിക്കും. ഇത് ഫുള്ള് ലാസ്റ്റ് വരയ്ക്കും വണ്ടി പോകും കേട്ടോ ഈ വഴിക്ക്. പിന്നെ അത് കണ്ടോ, ലൈൻ കണ്ടോ, 3 ഫേസിൻ്റെ ലൈൻ ഇവിടെ സെൻറ്ററിൽ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കറണ്ട് ഉണ്ട്, അതിൻ്റെ കമ്പിയാണ് ഇവിടെ കാണുന്നത്. സിമെൻറ്റിൻ്റെ പോസ്റ്റാണ് ഇവിടെ കാണുന്നത്. ഒരു പോസ്റ്റ് വീണ് കിടക്കുന്നുണ്ട്, അതിനിപ്പോൾ ഇവിടെ കൊടുത്തിട്ടില്ല, വേറെ പോസ്റ്റ്. ആ ഒരു ബൗണ്ടറി അതാണ് കേട്ടോ, അവിടെ കമ്പി വേലി കൊടുത്തിട്ടില്ലേ, അതാണ് ബൗണ്ടറി വരുന്നത്. നമുക്ക് ഇവിടെ നേരെ ഇറങ്ങുമ്പോൾ നമ്മുടെ കിണറുണ്ട് പറഞ്ഞില്ലേ, ആ ഭാഗത്തേക്ക് എത്തും കേട്ടോ. ഈ ഭാഗത്ത് നിന്ന് ഇറങ്ങാം. ഇവിടെ ലെഫ്റ്റ് സൈഡ് നമുക്ക് സ്ഥലമുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് റോഡുമായിട്ട് കണക്ട് ചെയ്യാം കേട്ടോ. നമ്മൾ ഫ്രണ്ടിൽ ഗേറ്റിൻ്റെ അവിടെ പറഞ്ഞു, അവിടെ നിന്ന് എൻട്രി ഉണ്ട്. അതുപോലെ ഈ ഒരു ഭാഗത്ത് നമുക്ക് എൻട്രി ഉണ്ട്, അത് ലാസ്റ്റ് നമുക്ക് കാണിക്കാം. ഇവിടെ നമുക്ക് ഇതാണ് കിണർ വരുന്നത് കേട്ടോ. വരുന്ന വഴിക്ക് നമ്മൾ ബോർവെല്ല് കണ്ടു. ഇതൊക്കെ നമ്മുടെ സ്ഥലത്തിൽ പെട്ടതാണ്. ഇവിടെ കണ്ടില്ലേ, ഇതാണൊരു കുളം, ചെറിയൊരു കൊക്കറിനെ പോലത്തെ ഒരു ഇത്. അതുപോലെ തന്നെ അതിന് ചേർന്നിട്ടാണ് ഇവിടെ കിണർ കൊടുത്തിരിക്കുന്നത്. ഈ വെള്ളമാണ് അവർ കുളിക്കാനും കുടിക്കാനും എല്ലാത്തിനും തന്നെ യൂസ് ചെയ്യുന്നത്. ബാക്കിയൊക്കെയാണ് ബോർവെല്ല് യൂസ് ചെയ്യുന്നത് കേട്ടോ.
ഇതിനകത്ത് അത്യാവശ്യം നല്ല വെള്ളമുണ്ട്. കണ്ടില്ലേ, കംപ്ലീറ്റ് ആയിട്ട് തെങ്ങ്, കവുങ്ങ്, പലതരത്തിലുള്ള മരങ്ങളെല്ലാം ഉണ്ട്. ഇതാണ് ഈ കണക്കുന്ന ഇതാണ് ബൗണ്ടറി വരുന്നത്. ഇതിനപ്പുറത്തെ സൈഡ് വന്നിട്ട് പാടമായിട്ടാണ് കേട്ടോ. ഈ വലിയ വലിയ മരങ്ങൾ നിൽക്കുന്നില്ല, ഇതാണ് ഇതിന്റെ ബൗണ്ടറി ഏരിയ വരുന്നത്. ഈ റമ്പനയൊക്കെ നിൽക്കുന്ന ഇത് കാണുന്നില്ലേ, ഇതാണ് ഈ പ്രോപ്പർട്ടിയുടെ അതിരായിട്ട് വരിക. ലാസ്റ്റ് അതിനപ്പുറത്തേക്ക് പാടമാണ് വരിക. നമുക്ക് കിണറിൻ്റെ ഉള്ളിലും കൂടി നോക്കാം. ഉള്ളി പോകാതിരുന്നാൽ മതി അല്ലേ. നല്ല ഹൈറ്റിലാണ്, കുഴിയിലുമാണ് കിടക്കുന്ന സംഭവം. കണ്ടില്ല, വെള്ളമൊക്കെ അത്യാവശ്യം വെള്ളമുണ്ട്. അധികം നമ്മൾ എടുക്കാൻ നിന്നിട്ടില്ല, കാരണം വെച്ചാൽ നല്ല ആഴത്തിലുണ്ട്, മൊബൈൽ കയ്യിൽ നിന്ന് മിസ്സാകാനുള്ള ചാൻസും ഉണ്ട്. മേലെ കണ്ടില്ലേ, അത്യാവശ്യം എല്ലാത്തിലും കായ്ഫലമൊക്കെ ഉണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നോക്കുന്ന ആൾക്കാരാണെങ്കിൽ നല്ല രീതിയിൽ ക്ലിയർ ചെയ്ത് എടുക്കാനും പറ്റും. അപ്പോൾ നമ്മളിതിൽ പറഞ്ഞത് 95 സെൻറ്റ് സ്ഥലം, 85 തെങ്ങുകളുണ്ട്, 120 കവുങ്ങുണ്ട്, പിന്നെ മാംഗോസും ജാക്ക് ഫ്രൂട്ടും എല്ലാം നിറഞ്ഞിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. കുരുമുളക് നമുക്ക് അത്യാവശ്യം നന്നായിട്ട് കിട്ടുന്നുണ്ട്. 1700 സ്ക്വയർ ഫീറ്റിലുള്ള ബിൽഡിംഗ് ഉണ്ട്, 3 ബെഡ്റൂമോട് കൂടിയിട്ടുള്ളത്. 20 വർഷത്തിനടുത്ത് പഴക്കമുണ്ട്. ഇത് നമ്മൾ ഹൈവേ നോക്കുകയാണെങ്കിൽ 100 മീറ്റർ പോലും ദൂരമില്ല. അതുപോലെ തന്നെ ഒലോക്കോട് ജംഗ്ഷൻ നോക്കുകയാണെങ്കിൽ 12 കിലോമീറ്ററിൻ്റെ അടുത്ത് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. അതുപോലെ പറളി റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് 9 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. പാലക്കാട് KSRTCൻ്റെ അവിടെ നോക്കുകയാണെങ്കിൽ 18 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഈ ഭാഗത്തേക്കുണ്ട്. അപ്പോൾ ഇതിനകത്ത് നോക്കുമ്പോൾ നമ്മൾ തെങ്ങ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെയായിട്ട് രാസവളം ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം. ഇതാണ് ബൗണ്ടറി ഒന്ന് വരുന്നത് കേട്ടോ, അടുത്ത വീട്ടുകാരൻ്റെ ബൗണ്ടറി വരുന്നത്. ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് ജൈവവളം മാത്രമാണ് എല്ലാ പ്രോപ്പർട്ടിയിലും യൂസ് ചെയ്യുന്നത്. ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതും ജൈവവളം മാത്രമാണ്. ഇത് ഉപയോഗിക്കുന്നില്ല, രാസവളം ഇതിൽ ഉപയോഗിക്കുന്നേ ഇല്ല. അവർ ഇടയ്ക്ക് വരും, വീട്ടിൽ ആൾ താമസമില്ല, പക്ഷെ നോക്കാനൊക്കെ ആയിട്ട് ആൾക്കാർ വരും, നോക്കിയിട്ട് പോകും, കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോകും, അത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് ഭൂമി എപ്പോഴും എടുക്കുന്നവർ ചോദിക്കുകയാണ് ഇതിൽ ഇറക്കം. ഇപ്പം നമ്മൾ അവിടെ നിങ്ങളുടെ ഒരു ചെറിയൊരു ഇറക്കം കണ്ടില്ലേ, അത് ശരിക്കും വടക്ക് കിഴക്കായിട്ടുള്ള ഇറക്കമാണ് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്കുള്ളത്. അപ്പോൾ ഇറക്കം വടക്ക് കിഴക്കോട്ടാണുള്ളത്. നല്ലൊരു ഭൂമി തന്നെയാണ്. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ നിന്നും ഈ ഒരു ഭാഗത്ത് കണ്ടില്ലേ, കമ്പിവേലി കാണുന്നുണ്ട്, ഈ ഒരു ഭാഗത്തും നമുക്ക് റോഡ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ എൻട്രി കൊടുക്കാം. ഇത് കണ്ടില്ലേ, ഇത് റോഡാണ്. ഇത് ബാക്കി പണിയൊക്കെ മൺ റോഡാണ് ഇപ്പോൾ ഉള്ളത്. അത് പണി കഴിഞ്ഞാൽ ഈ വഴിക്കും റോഡ് വരും, സാങ്ഷൻ ആയി കഴിഞ്ഞാൽ. അപ്പോൾ ഇതാണ് ടോട്ടൽ പ്രോപ്പർട്ടി. ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് അത് 1,25,000 രൂപയാണ് പെർ സെൻറ്റ് ചോദിച്ചിരിക്കുന്നത്. നെഗോഷ്യബിൾ ആണ്, നല്ല രീതിയിൽ നെഗോഷിയേഷൻ ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഈ ഒരു പ്രോപ്പർട്ടിൻ്റെ കാര്യം നോക്കുമ്പോൾ മസ്ജിദും പള്ളിയും അതുപോലെ ചർച്ചും എല്ലാം വളരെ നിയറസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നൊരു പ്രോപ്പർട്ടി തന്നെയാണ്. അപ്പോൾ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ തരുന്നുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് അധികം പ്രോപ്പർട്ടീസ് വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിൽ നമ്മളായിട്ട് കണക്ട് ചെയ്യാൻ അതിനുള്ള ഹെൽപ്പ് ചെയ്ത് തരുന്നുണ്ടാവും. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണുന്നവരിക്കും എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ ആൻഡ് ലവ് യു.